Hi guys, Royal Enfield motorcycles എടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം റോയൽ എൻഫീൽഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോട്ടോർസൈക്കിൾസ് ഇറക്കുന്നുണ്ട്. ബുള്ളറ്റ് സീരീസ്, ക്ലാസിക് സീരീസ്, ഹിമാലയൻസ്, ഇന്റർസെപ്റ്റർ, GT ഇത്രയും ടൈപ്സ് ഉള്ള മോട്ടോർസൈക്കിൾസ് റോയൽ എൻഫീൽഡ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് വേരിയൻസ് വരുന്നതുകൊണ്ടും പ്രൈസ് റേഞ്ചിൽ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിൽ വരുന്നതുകൊണ്ടും ഈ മോഡൽസ് കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കാറ്. ചില റോയൽ എൻഫീൽഡ് സ്പെഷ്യലായിട്ട് ആഡ്സ് ഇറക്കാത്തതുകൊണ്ടും കാണാനെല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടും ആൾക്കാർക്ക് നിറയെ കൺഫ്യൂഷനാണ് ഈ മോഡൽസിൽ. ആ കൺഫ്യൂഷൻ തീർക്കാനാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റിനെ 4 പോയിന്റ്സ് ആയിട്ടാണ്, ഈ 4 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഞങ്ങൾ ക്ലാസിക് അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസിക് സീരീസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഞങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ ഞങ്ങൾ ബുള്ളറ്റ് സീരീസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തേർഡ് പാർട്ടിൽ ഞങ്ങൾ ഹിമാലയനും ഇന്റർസെപ്റ്ററും GTനെ കുറിച്ചും, ഫോർത്ത് പാർട്ടിൽ ഈ എല്ലാ വണ്ടികളുടെ പർപ്പസ്, അതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസിക്കിലേക്ക് നമുക്കിന്ന് കടക്കാം. അപ്പോൾ ഗൈസ് extra.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്ലാസിക് സീരീസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഡൗട്ട്സ് തോന്നാറില്ല ക്ലാസിക് സീരീസിനെ വെച്ചാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്ലാസിക് എന്നുള്ള സെക്ഷനിലേക്ക് കിടക്കുന്ന മുമ്പ് ക്ലാസിക് 2 ടൈപ്പിലാണ് ആക്ച്വലി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സിംഗിൾ ചാനൽ ABS എന്ന് പറഞ്ഞിട്ട് ഡ്യുവൽ ചാനൽ ABS എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മോഡൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഈ മോഡൽ സിംഗിൾ ചാനൽ ABS ഇട്ട് വരുന്ന ക്ലാസിക്കാണ്. ഇത് പേര് ക്ലാസിക് S എന്നാണ്. സിംഗിൾ ചാനലിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെയിം ആയതുകൊണ്ടാണ് S എന്ന് പറയുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആക്ച്വലി സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട് വീലിൽ മാത്രമേ ABS അവൈലബിൾ ആയിട്ട് വരുന്നു. ബാക്ക് വീലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡ്രം ബ്രേക്സ് ആണ് അവൈലബിൾ ആയിട്ട് വരാം. പിന്നെ എടുത്ത് പറയേണ്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, എൻജിൻ, പിന്നെ മിറേഴ്സ് എല്ലാം ബ്ലാക്കിലാണ് വരുന്നത്. നമ്മൾ മറ്റ് സിഗ്നൽസിൽ അല്ലെങ്കിൽ മറ്റു മോഡൽസിൽ കാണുന്ന പോലെ ഹാൻഡിൽ പക്ഷേ അവർ ക്രോമായിട്ട് കൊടുക്കാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് വളരെ നീറ്റ് ആൻഡ് പ്ലെയിൻ ടാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അധികം മാർബാടങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്ലെയിൻ സ്റ്റിക്കർ. ടാങ്ക് പാഡ്സും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കിയേക്കാണ്. ഇവിടുത്തെ ഗോൾഡൻ ലൈനിങ്ങും സ്ട്രിപ്പിങ്ങും ഒക്കെ അവർ ഒഴിവാക്കിയേക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുക്കാനാണ് അവർ നോക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവരുടെ ടാങ്ക് ഇതിൻ്റെ ടൂൾ ബോക്സിൻ്റെ കവറിലേക്ക് എത്തുമ്പോൾ വണ്ടിയുടെ കളറിൽ തന്നെ അവർ ക്ലാസിക് 350 എഴുതിയിരിക്കുന്നത് നമുക്ക് അവിടെ നോട്ടീസബിൾ ആണ്. മറ്റു മോഡൽസിൽ കാണുന്ന പോലെ ഇതിൻ്റെ എക്സോസ്റ്റ് വന്നിരിക്കുന്നത് ക്രോമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ബാക്കിൽ ഗ്യാസ് ഫീൽഡ് സസ്പെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്വിംഗ് ആമും വേറെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാം. നിങ്ങൾക്ക് ഇവിടെ ട്യൂബുലർ സെക്ഷൻ സ്വിംഗ് ആമാണ്. നോർമൽ ക്ലാസിക്സിൽ അല്ലെങ്കിൽ ബാക്കിൽ ഡിസ്ക് ഉള്ള ക്ലാസിക്സിൽ നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ ABS ഇല്ലെങ്കിൽ ബോക്സ് സെക്ഷൻ സ്വിംഗ് ആമാണ് കാണുന്നത്. ഈ ഒരു മോഡലിൽ 2 ടൈപ്പ് കളേഴ്സ് അവൈലബിൾ ആണ്. ക്ലാസിക് S എന്ന് പറയുന്ന മോഡലിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മെർക്കുറി സിൽവർ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ പ്യൂർ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളറിൽ വരുന്നുണ്ട്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. ടാങ്ക് മാത്രം ബ്ലാക്ക് ആയിരിക്കും. സെയിം നിങ്ങൾക്ക് ഈ ടാങ്ക് സ്റ്റിക്കേഴ്സും എല്ലാവരും സെയിം ആയിരിക്കും. ഇത് കൂടാണ്ട് സിംഗിൾ ചാനൽ ABS വരുന്ന 2-3 മോഡൽസ് വീണ്ടും വരുന്നുണ്ട്. അതിലൊന്നാമത്താണ് റെഡ് നമുക്ക് വരുന്നുണ്ട്. നോർമൽ കാണുന്ന റെഡ് നിങ്ങൾക്ക് സിംഗിൾ ചാനൽ ABS ആയിട്ടാണ് അവൈലബിൾ ആവുക. അതേപോലെ തന്നെ ആഷ് എന്ന് പറഞ്ഞിട്ടൊരു കളറിൽ വരുന്ന ഒരു വണ്ടിയും നിങ്ങൾക്ക് ഈ സിംഗിൾ ചാനൽ തന്നെ അവൈലബിൾ ആവാം. ഇത്ര നേരം നമ്മൾ സിംഗിൾ ചാനൽ ABS ഉള്ള ക്ലാസിക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഡ്യുവൽ ചാനൽ ABS ഉള്ള മോഡലിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അതിൽ വരുന്നത് ക്ലാസിക് ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രൂപം തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മീൻസ് നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള ക്ലാസിക്കിൻ്റെ അതേ രൂപം. നിങ്ങൾക്ക് ടാങ്ക് പാഡ്സ് ക്ലാസിക്കൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ടാങ്കിൽ വൈറ്റിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ, ക്രോം, എക്സോസ്റ്റ്, അലൂമിനിയം കേസ്, എഞ്ചിൻ, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നോർമൽ ക്ലാസിക്കിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് നോർമലി ഇതിൽ ഡ്യുവൽ ചാനൽ ABS വരുന്നതാണ് എടുത്ത് പറയേണ്ട കാരണം. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിംഗ് ആം മറ്റുള്ള നോർമൽ ക്ലാസിക്കിനെക്കാട്ടും വ്യത്യാസമായിട്ടുള്ള ഒരു ബോക്സ് സെക്ഷൻ സ്വിംഗ് ആമാണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹാൻഡിലിങ്ങിനെയും കുറച്ചുകൂടി വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ പറയാം. അത് ബ്രേക്കിംഗ് ആയാലും നിങ്ങൾക്ക് ഹാൻഡിലിങ്ങിലും വണ്ടിയുടെയും വരുന്ന ഫീഡ്ബാക്ക് ആയിരുന്നു. ഡിസൈൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ ക്ലാസിക്സിൽ വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതേ ഡിസൈനിങ് സ്പ്ലിറ്റ് സീറ്റ്, സിംഗിൾ സ്പ്രിംഗ് സീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ വരുന്നത്. നോർമൽ ബ്ലാക്ക് മഡ് ഗാർഡ്സ്, അതിനനുസരിച്ചുള്ള ടാങ്ക്സ്, ക്രോം നിങ്ങൾക്ക് അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടാങ്കിൻ്റെ ക്യാപ്പായിട്ട് ക്രോമായിട്ട് വരുന്നത്. ബാക്കിൽ പോകുന്നതോറും നിങ്ങൾക്ക് സസ്പെൻഷൻ്റെ കവറും ആ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങും നിങ്ങൾക്ക് ഗ്യാസ് ഫീൽഡാണ് കിട്ടുന്നത് ഈ മോഡലിൽ ക്ലാസിക്സിൽ വരുമ്പോൾ. പിന്നെ അതിലും നിങ്ങൾക്ക് ക്രോം അവൈലബിൾ ആയിട്ട് വരും.
അപ്പോൾ നമ്മൾ ക്ലാസിക് ബ്ലാക്കിന് ഇത്ര നേരം കണ്ടു. അപ്പോൾ ക്ലാസിക് ബ്ലാക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ ഓപ്ഷൻസിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കളറായിട്ടാണ് നിങ്ങൾക്ക് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. ക്ലാസിക് ബ്ലാക്കിൽ നിന്ന് ഗൺ മെറ്റൽ ഗ്രേയിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത് ഓഫ് കോഴ്സ് അതിൻ്റെ കളർ തന്നെയാണ്. രണ്ടാമത് നിങ്ങൾക്ക് അതിൻ്റെ ടാങ്ക് മേൽ ബ്ലാക്ക് ക്ലാസിക് മേൽ കൊടുത്തിരുന്ന ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ റോയൽ എൻഫീൽഡ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇത് വെറും പ്ലെയിൻ ടാങ്ക് മേൽ ഒരു സ്റ്റിക്കറായിട്ടാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലാസിക് ബ്ലാക്കിൽ കണ്ടിരുന്ന പോലെ തന്നെ ടാങ്ക് പാഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ക്രോം നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കൂടുതൽ കാണാൻ പറ്റും. ഇപ്പോൾ റിംസ്, ഇൻഡിക്കേറ്റേഴ്സ്, മിറേഴ്സ്, അതിൻ്റെ ഇഞ്ചിൻ കേസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് പൈപ്പ് മൊത്തം നിങ്ങൾക്ക് ക്രോമിൽ അവൈലബിൾ ആണ്. ഇഞ്ചിൻ കേസ് പഴയ പോലെ തന്നെ BS6 അലൂമിനിയം കേസ് ആയിട്ടുള്ള ഇഞ്ചിൻ കവറാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ബാക്കി എല്ലാവരും സെയിം ക്ലാസിക്കിൻ്റെ പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS-ഉം അതിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു മോഡലാണ് ക്ലാസിക്കിൽ നിങ്ങൾക്ക് സ്പോക്സും അലോയ്സും നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ബൈ ചെയ്യാൻ പറ്റുന്നത്. സ്പോക്ക് ഈ കാണുന്ന മോഡൽ നിങ്ങൾക്ക് സ്പോക്കായിട്ടാണ് വരുന്നത്. സെയിം ഗൺ മെറ്റൽ നിങ്ങൾക്ക് അലോയ് വീൽസിലും അവൈലബിൾ ആയിരിക്കും. ആ അലോയ് വീൽസിൽ വരുന്ന ഗൺ മെറ്റലിന് ട്യൂബ്ലെസ് ടയർസും കൂടിയാണ് എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ക്ലാസിക് ബ്ലാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഗൺ മെറ്റൽ വേറൊരു പ്രത്യേകത എന്താണ് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ സീറ്റ് കളർ അവർ കുറച്ചും കൂടി പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ നിങ്ങൾക്ക് ക്ലാസിക് ക്രോംസിലും അല്ലെങ്കിൽ സിഗ്നൽ സീരീസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സീറ്റ് കവറാണ് നിങ്ങൾക്ക് ഗൺ മെറ്റലിൽ കിട്ടാൻ പറ്റും. മറ്റുള്ള ക്ലാസിക്കിലെ പോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് സീറ്റ് റിമൂവബിൾ ആണ്. ക്ലാസിക് എസിൽ നിന്ന് നിങ്ങൾക്ക് ഗൺ മെറ്റൽ അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ഉള്ള ഏത് മോഡൽ എടുത്താലും നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ ABS ഉള്ള ക്ലാസിക് മേൽ അലോയ് വീൽസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. റോയൽ എൻഫീൽഡിൽ നിന്ന് വരുന്ന അലോയ് വീൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സ്റ്റാർട്ടിംഗ് മോഡൽ ക്ലാസിക് ബ്ലാക്കിലും നിങ്ങൾക്ക് സെയിം അലോയ്സ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗൺ മെറ്റൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കളറിൽ ഇറങ്ങിയ ഒരു എഡീഷനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ സിഗ്നൽസ് എന്ന് പറഞ്ഞ ഒരു മോഡലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിഗ്നൽസ് ആക്ച്വലി 2 കളർ സെക്ഷൻസിലാണ് ഇറങ്ങുന്നത്. ഇത് ആക്ച്വലി റോയൽ എൻഫീൽഡ് ഇന്ത്യൻ ആർമിക്ക് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ഇറക്കിയ ഒരു മോഡലാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കരസേനയ്ക്ക് ട്രിബ്യൂട്ട് കൊടുത്ത് ഇറക്കിയതും ഇതിൻ്റെ തന്നെ സെയിം കളർ സ്കീമിൽ ബ്ലൂ വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒരേപോലെ ആയിട്ട് ബ്ലൂ കളർ സ്കീമിലും കൂടി വരുന്നുണ്ട്. അത് നാവികസേനയ്ക്ക് ട്രിബ്യൂട്ട് എടുത്തുകൊണ്ട് ഇറക്കിയ മോഡൽസാണ്. എന്താണ് ഇതിൻ്റെ സ്പെസിഫിക് മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ക്ലാസിക്കിൽ ഇതിനെ മാറ്റി നിർത്തണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയിൻ ബോഡി കളേഴ്സ് വെച്ചിട്ട് ബാക്കി എല്ലായിടത്തും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് മഡ് ഗാർഡ്സ്, സസ്പെൻഷൻ കവർ, ഹെഡ് സ്കള്ള്, ടാങ്ക്, സൈഡ് ബോക്സ്, മഡ് ഗാർഡ്സ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് കാണാൻ സാധിക്കും. ലൈക്ക് ഫ്രണ്ടിൽ ബ്ലാക്ക് റിമ്മ്, ഇഞ്ചിൻ ബ്ലാക്ക്, എക്സോസ്റ്റും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേറൊരു ഡിഫറൻസ് മറ്റു ക്ലാസിക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് ഷേപ്പിന് പകരം സ്ക്വയർ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതും ബ്ലാക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, മിറേഴ്സ്, ലിവേഴ്സ് എല്ലാവരും ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൗളിൻ്റെ ആ റിങ്ങിനടക്കം അവർ ബ്ലാക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാങ്കിൽ കൊടുത്തിരിക്കുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളും ബാഡ്ജിങ്ങുമാണ് മറ്റു വണ്ടികളിൽ നിന്ന് ഇതിൻ്റെ വ്യത്യസ്തമാക്കുന്നത്. കളർ മാറ്റുന്നുമുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ടാങ്കിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് ബാഡ്ജ് കാണാൻ പറ്റും. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് ഓരോ വണ്ടിക്ക് യൂണീക്ക് ആയിട്ടാണ് വരിക. ഈ ബാഡ്ജ് ഈ ഒരു മോഡലിൽ മാത്രം കൊടുക്കുന്ന ഒരു ബാഡ്ജിങ് ആണ്. ഇപ്പോൾ മറ്റൊരു മോഡൽസിൽ നിന്ന് എടുത്ത് മാറ്റി കാണിക്കാവുന്ന 2 കളർ സ്കീം ഗ്രീൻ ആൻഡ് ഗോൾഡനിൽ കൊടുത്തിരിക്കുന്ന ഈ ബാഡ്ജ് ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതിനനുസരിച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറും. ഈ 3 സ്കീമാണ് സിഗ്നൽസിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. പിന്നെ മെയിൻ കാണാനുള്ളതെന്ന് വെച്ചാൽ ടൂൾ ബോക്സ് പ്ലെയിൻ ആണ്. മറ്റുള്ള മോഡൽസിൽ ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ക്ലാസിക് ഏത് മോഡലാണെന്നുള്ളൊരു ക്ലാസിക് 350 എന്നുള്ളൊരു ലോഗെങ്കിലും കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ടാങ്കിൽ വേറൊരു ബാഡ്ജിങ്ങിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീലിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു ലോഗവും ബാഡ്ജും കാണാൻ പറ്റും. ഇതും ഈ വണ്ടീനെ ഭയങ്കര മറ്റുള്ള മോഡൽസിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു സാധനങ്ങളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റീസ്. പിന്നെ വേറെ ക്ലാസിക്കിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് സീറ്റിന് പകരം ഇവരിവിടെ കുറച്ചും കൂടി ആ ബ്രൗണിഷ് ഷെയ്ഡ് നോർമൽ ക്രോമിലൊക്കെ കാണുന്ന ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ളൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കളറിൻ്റെ കൂടെ ഈ സീറ്റിൻ്റെ കളറും ഈ വണ്ടീനെ ശരിക്കും മറ്റുള്ളവരിൽ നിന്ന് മറ്റു ക്ലാസിക്കിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ ക്ലാസിക്കിൻ്റെ എല്ലാ മോഡൽസും പരിചയപ്പെട്ടു. ആ മോഡൽസിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ച് എന്താണ് വരുന്നതെന്ന് പരിചയപ്പെട്ടു. അതിൽ ടോപ്പ് എൻഡ് വെർഷനിൽ വരുന്ന 2 മോഡൽസിൽ ഒരു മോഡലാണ് ക്ലാസിക് ക്രോം. അതിൽ ക്രോമിൻ്റെ സവിശേഷതകൾ എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലാസിക് ക്രോമിൽ കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ക്രോമാണ് കാണാൻ സാധിക്കും. പിന്നെ ഇത് ക്ലാസിക് ക്രോം ബ്ലാക്ക് എന്നുള്ളൊരു കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് മഡ് ഗാർഡ്സിൻ്റെ സെൻറ്ററിലും ടൂൾ ബോക്സിലും ടാങ്കിൻ്റെ സെൻറ്ററിലും ബ്ലാക്ക് തീം കാണാൻ പറ്റും. അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ബാക്ക് മഡ് ഗാർഡിലും നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ കാണാൻ പറ്റും. ഇതിൽ പലർക്കും അറിയാത്തൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക് ക്രോമിൽ കാണുന്ന ഈ ഗോൾഡൻ ലൈൻസ് ഒരാൾ കൈകൊണ്ട് വരയ്ക്കുന്നവയാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കവർ, എക്സോസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ക്രോമിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, മിറേഴ്സ്,
പിന്നെ എൻ്റെ സസ്പെൻഷൻ അതിലെല്ലാവരും നിങ്ങൾക്ക് ക്രോം ശരിക്കും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോമാണ് ഈ വണ്ടീനെ ഇത്രയും എക്സ്പെൻസീവ് ആക്കണമെന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസിക് ക്രോമിൻ്റെ സീറ്റ് കവേഴ്സിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് നോർമലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസ് അല്ലെങ്കിൽ സിഗ്നൽസ് അല്ലെങ്കിൽ മറ്റു മോഡൽസിൽ ഗൺ മെറ്റൽസിനൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ഒരു സീറ്റാണ് ക്രോമിനും അവർ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടീനെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ സ്റ്റിച്ചിങ്ങും എൻ്റെ സ്റ്റൈലിങ്ങും ഒക്കെ വളരെ കൂളായിട്ട് തന്നെ ഫീൽ ചെയ്യും. ബാക്ക് സീറ്റ് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്നത് ഈ ക്രോമിനെ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റും. കാരണം ഫ്രണ്ടും മഡ് ഗാർഡും ബാക്ക് മഡ് ഗാർഡും ക്രോമായിട്ട് വരുമ്പോൾ ഈ വണ്ടി ഇതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അതാണ് ഈ വണ്ടീനെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു മോഡലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ക്ലാസിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 മോട്ടോർ സൈക്കിളിലും സ്റ്റെൽത്ത് ബ്ലാക്ക്. അപ്പോൾ ഈ മോഡലിൻ്റെ പ്രത്യേക പേരിൻ്റെ പോലെ തന്നെ ഈ മോഡലിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലായിടത്തും ബ്ലാക്ക് എന്നുള്ളൊരു ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. ഈവൺ നിങ്ങൾക്ക് എൻജിൻ എക്സോസ്റ്റ് ആ എക്സോസ്റ്റ് പൈപ്പ് വരെ നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ ഷെയ്ഡ് കാണാൻ പറ്റും. ക്ലാസിക് സീരീസിൽ ആദ്യമായിട്ട് ട്യൂബ്ലെസ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് മോഡലും കൂടിയാണ്. അതൊരു 9 സ്പോക്ക് അലോയ്സ് ആണ് ഇവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. 9 സ്പോക്ക് അലോയ്സ് കൊടുത്തതിനൊപ്പം തന്നെ ഒരു റെഡിഷ് ലൈൻ കൂടി അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാണ്. അതുപോലെ തന്നെ ഇതേപോലത്തെ റെഡിഷ് ലൈൻ നിങ്ങൾക്ക് ടാങ്കിലേക്കും അതിനനുസരിച്ചിട്ട് അതിൻ്റെ ടാങ്കിൻ്റെ ലോഗോയിലും നിങ്ങൾക്ക് ഒരു ചെറിയ റെഡ് ടച്ച് കാണാൻ പറ്റും. ഈ ബ്ലാക്കിൻ്റെ ഉള്ളിൽ കൂടെ റെഡിൻ്റെ ചെറിയ ടച്ച് കൊടുത്തിരിക്കുന്നത് മോട്ടോർ സൈക്കിളിനെ കുറച്ചും കൂടി കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. പ്യൂർ ഒരു ബ്ലാക്ക് ഒരു തീമിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് അവർ ഹെഡ്ലൈറ്റിൻ്റെ റിങ് അടക്കം ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ സവിശേഷത കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈലൈറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന ക്രോം വരെ ഒഴിവാക്കിയിട്ട് അവർ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ നോർമലി എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, മിറേഴ്സ്, ഇൻക്ലൂഡിങ് എൻ്റെ എയർ ഫിൽറ്റേഴ്സും എൻ്റെ ബോക്സും ടൂൾ ബോക്സും എല്ലാവരും ബ്ലാക്കിൽ തന്നെ കൊടുക്കാനൊരു ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രോം നിങ്ങൾക്ക് അറിയാണ്ട് സസ്പെൻഷൻ്റെ കവർ, സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൽ മേലെ മാത്രമേ നിങ്ങൾക്ക് ക്രോം കാണാൻ സാധിക്കുള്ളൂ. പിന്നെ കിക്കർ മേലും ബാക്കി എവിടെ നിങ്ങൾക്ക് ക്രോം കാണാൻ സാധിക്കില്ല. ഇതുപോലെയാണ് നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിനിൽ ഇവിടെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റ് ക്ലാസിക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ എക്സാമ്പിൾ നിങ്ങൾ വേറെ കുറച്ച് മോഡൽസിൽ നിങ്ങൾക്ക് എഞ്ചിൻ ബ്ലാക്ക് വരുന്നുണ്ടെങ്കിലും എഞ്ചിനിൽ ഡയമണ്ട് കട്ട് കൊടുക്കുന്നത് ഈ ഒരു മോഡലിന് മാത്രമാണ്. ഇത്ര നേരം നമ്മൾ ക്ലാസിക്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കളർ ചേഞ്ചസും ആ കളർ ചേഞ്ചസിനും ഫീച്ചേഴ്സിനും അനുസരിച്ച് വരുന്ന പ്രൈസ് റേഞ്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ക്ലാസിക്സിൽ വരുന്ന കോമൺ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എല്ലാ ക്ലാസിക്സിലും കാണാൻ സാധ്യതയുള്ള മീറ്റർ കൺസോളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മീറ്റർ കൺസോളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി കാണാം ഒരു സ്പീഡോമീറ്റർ, അതിൻ്റെ അപ്പുറത്ത് വാർണിംഗ് ലൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പണ്ടത്തെ മോഡൽസിൽ വന്നിരുന്ന പോലെ മീറ്ററിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ 3 വാർണിംഗ് ലൈറ്റ്സ് കാണാൻ പറ്റും. അതിൽ മെയിൻലി നിങ്ങൾക്ക് ഫ്യൂവൽ ഗേജിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണാം. ഫ്യൂൽ വാർണിംഗ് ലൈറ്റാണ്. രണ്ടാമത്തെ എഞ്ചിൻ മാനുഫാക്ചറിംഗ് ലൈറ്റ്. തേർഡ് ABSൻ്റെ വാർണിംഗ് ലൈറ്റാണ്. ഈ 3 വാർണിംഗ് ലൈറ്റ്സ് ആണ് നിങ്ങൾക്ക് എല്ലാ ക്ലാസിക്സിലും കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസിക്കിലും നിങ്ങൾക്ക് സ്വിച്ച് ഗിയേഴ്സ് എന്തായാലും സെയിം ആയിട്ടാണ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് കിൽ സ്വിച്ചസ് ആയാലും ഹോണ്ടയും സെൽഫുള്ള മോഡൽസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാവരും സ്വിച്ച് ഗിയേഴ്സ് സെയിം ആയിട്ടാണ് വരുന്നത് എല്ലാ ക്ലാസിക്സിലും. മിറേഴ്സിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ചില പെയിൻറ്റ് സ്കീം അനുസരിച്ചിട്ട് മിറേഴ്സ് ക്രോമും ബ്ലാക്കും ആവുന്നല്ലാണ്ട് മിറേഴ്സിൻ്റെ ഡിസൈനിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. കളർ ചേഞ്ചസ് മാത്രം കാണാൻ സാധിക്കും. പിന്നെ മെയിൻലി വരുന്നത് ട്വിൻ സീറ്റ്സ് ആണ്. സ്പ്രിംഗ് പാഡഡ് സീറ്റ്സ്, ആ ക്ലാസിക്കൽ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഈ സ്പ്രിംഗ് പാഡ്സ് സീറ്റ്സ് ആണ് നിങ്ങൾ എല്ലാ ക്ലാസിക്സിലും വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില ക്ലാസിക്സിൽ അവർ ബ്ലാക്ക് കളർ സ്കീമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗൺ മെറ്റൽ ഗ്രേ അല്ലെങ്കിൽ സിഗ്നൽസ് അല്ലെങ്കിൽ ക്ലാസിക് ക്രോമിൻ്റെ മോഡൽസിൽ അവർ ബ്രൗണിഷ് ഷെയ്ഡുള്ള സീറ്റ് കവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് പിന്നെ എന്തെങ്കിലും മാറ്റം പറയാം. എഞ്ചിൻ സ്പെക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കിൻ്റെ ഈ കാണുന്ന കളർ ചേഞ്ചസും ഫീച്ചേഴ്സും ഒഴികെ എഞ്ചിനും സെയിം നിങ്ങൾക്ക് എല്ലാ ക്ലാസിക്കിലും സെയിം ആയിട്ട് തന്നെ വരുന്നത്. സെയിം പവർ ഔട്ട്പുട്ട് വരുന്ന BS6 കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന എഞ്ചിൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ക്ലാസിക്സിലും കാണാൻ സാധിക്കുക. സർവീസ് കോസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ മോഡൽസിലും ഒരേപോലെയാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സർവീസിൽ 1080 റുപ്പീസാണ് സർവീസിന് കോസ്റ്റായിട്ട് വരുന്നത്. അതിൽ ഓയിൽ നിങ്ങൾക്ക് സർവീസിൽ വരുമ്പോൾ ഫ്രീ സർവീസ് 4 വരുന്നുണ്ട്. ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സർവീസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് സർവീസ് ചാർജ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റാണ് ഒഴിവായി മാറുന്നത്. അതിൽ ഓയിലും അതിൽ വേണ്ടി വരുന്ന സാധനങ്ങളുടെ കോസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓയിലും ഓയിൽ ഫിൽറ്ററാണ് നിങ്ങൾക്ക് നോർമലി ഫസ്റ്റ് സർവീസിൽ വരിക. സെക്കൻഡ് സർവീസിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 200 അല്ലെങ്കിൽ 300 റുപ്പീസിൻ്റെ അടുത്താണ് വരുന്നത്. അവിടെ ഓയിൽ ചേഞ്ച് ഒന്നുമില്ല. ചെറിയ ചെക്കപ്പും ടോപ്പ് അപ്പിങ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെക്കപ്പിന് വേണ്ടി മാത്രമാണ് സെക്കൻഡ് സർവീസ് വരുന്നത്. തേർഡ് സർവീസിലാണ് പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സർവീസ് കോസ്റ്റുകളുടെ കാര്യം വരുന്നത്. ഇത് എല്ലാത്തിലും കോമൺ പ്രൈസ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. നോർമൽ എല്ലാ ക്ലാസിക്സിലും നിങ്ങൾക്ക് സെയിം വീൽ സൈസിലാണ് വരുന്നത്. വേറൊരു കോമൺ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 19 വീലും ബാക്കിൽ 18 റേഡിയസിൻ്റെ വീലുമാണ് വരുന്നത്. അത് നിങ്ങൾ ക്ലാസിക് സീരീസിലെ എല്ലാ മോഡൽസിലും നിങ്ങൾക്ക് സെയിം വീൽ സൈസുള്ള ക്ലാസിക്സ് ആണ് അവൈലബിൾ ആയിട്ട് വരാം.
ഡ്യുവൽ ഡിസ്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ക്ലാസിക് എസ് എന്ന് പറഞ്ഞ ശ്രേണിക്ക് ശേഷം ബാക്കി എല്ലാ മോഡൽസിലും നിങ്ങൾക്ക് ഡ്യുവൽ ഡിസ്ക് അവൈലബിൾ ആയിരിക്കും. ഡ്യുവൽ ഡിസ്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസിക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി സ്യൂട്ടബിൾ ആയിട്ടുള്ള അലോയ് വീൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അലോയ് വീൽസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ട്യൂബ്ലെസ് ടയർസ് എന്നുള്ള ഓപ്ഷനിലേക്ക് കിടക്കാൻ പറ്റും. പിന്നെ അവിടെ നിങ്ങൾക്ക് ടയർ സൈസിൽ ചെറിയ മാറ്റം കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്പോക്ക് വീലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നോർമലി 110 ടയർസാണ് വരുന്നുണ്ടാവുക. എങ്കിൽ അലോയ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120 mm ടയർ സൈസാണ് ബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് ക്ലാസിക്കിൻ്റെ കൂടെ ഒരുപാട് കസ്റ്റം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ നിങ്ങളുടെ ക്ലാസിക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കമ്പനി നൽകുന്ന ഓപ്ഷൻസിൽ കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഹെൽമെറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വാങ്ങിക്കാൻ പറ്റുമെങ്കിലും ക്ലാസിക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ബാക്ക് സീറ്റ് റിമൂവബിളായിട്ട് ഒരു ക്യാരിയർ വരുന്നുണ്ട്, 2 ബാഗ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ അടിയിൽ നിങ്ങൾക്ക് സം ഗാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഞ്ചിൻ ഗാർഡായിട്ട് താഴെ വരുന്നൊരു സെക്ഷനാണ്. ഇവിടെ സം ഗാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ടൈപ്സിൻ്റെ നിങ്ങൾക്ക് ക്രാഷ് ഗാർഡ്സ് അവൈലബിൾ ആണ് അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഗിയേഴ്സും കാര്യങ്ങളും റോയൽ എൻഫീൽഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലേക്ക് കയറ്റുന്നതോടെ ഒരു RTOയുടെ പ്രശ്നങ്ങളോ കസ്റ്റമൈസേഷൻ്റെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം ഇത് ഓൾറെഡി മാനുഫാക്ചർ അപ്രൂവലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾ ഇത്രയും വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനിലെയും ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ സ്റ്റാഫ്സായ ദേവനും റെജിനുമാണ്. ഇങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞത്. ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് ഉള്ളത് ഹെറിറ്റേജ് ഓട്ടോമോട്ടീവ്സിനാണ്. ഹെറിറ്റേജ് ഓട്ടോമോട്ടീവ്സ് കൊടുങ്ങല്ലൂർ ഷോറൂമിന് ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്താനുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മോഡൽസും ഷോറൂംസാണ് ഞങ്ങൾ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. മോഡൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ ബുക്കിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ ദേവൻ്റെ റെജിൻ്റെ നമ്പർ താഴെ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി കസ്റ്റം ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ റൈഡിങ് ജാക്കറ്റ്സ്, ഗ്ലൗസ്, ഹെൽമെറ്റ്സ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ എക്സിക്യൂട്ടീവായ നമ്മുടെ റൈഡർ ദീപകിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറും ഞാൻ കീഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിൽ ഞങ്ങൾ ബുള്ളറ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാണാനും ഇതേപോലത്തെ പാർട്സ് നെക്സ്റ്റ് പാർട്ടിൽ വരുന്ന ബുള്ളറ്റിനെ കുറിച്ച് കാണാനാണെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് വെയർ ഹെൽമെറ്റ്, റൈഡ് സേഫ്.